ഇല്ലേ? അധ്യായം 25 മത്തായി. എന്താ ചോദിക്കുന്നത്? നീ വ്യഭിചാരം ചെയ്തോ? നീ കള്ളു കുടിച്ചോ? നീ പെണ്ണ് പിടിച്ചോ? കഞ്ചാവ് എടുത്തോ? ഇടിച്ചോ? തൊഴിച്ചോ? ആണോ ചോദിക്കുന്നത്? ഹലോ, ഇല്ല. വേറെ ചില ചോദ്യം ചോദിക്കും. എന്താ? എനിക്ക് ഉടുക്കാൻ തന്നോ? തിന്നാൻ തന്നോ? കുടിക്കാൻ തന്നോ? എനിക്ക് പാർപ്പിടം തന്നോ? കാരാഗ്രഹത്തിൽ വന്നെന്നെ കണ്ടോ? അല്ലെങ്കിൽ ആശുപത്രി വന്നെന്നെ കണ്ടോ എന്ന് ചോദിക്കൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിധി കർത്താവ് അളക്കുന്നത് സ്നേഹത്തിൻ്റെ അളവുകോലിൽ ആണ്. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. എത്ര കേരള കത്തോലിക്കർക്ക് ആ അവസാന വിധിയിൽ ധൈര്യപൂർവ്വം കത്താൻ മുമ്പിൽ നിൽക്കാനും വലതുഭാഗത്തുള്ളവരോട് പറയുന്ന വാക്ക്, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ പോകാൻ എത്ര കേരള കത്തോലിക്കർ കാണും? ഞാൻ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പോയിൻ്റ് അങ്ങ് തരുന്നേ ഉള്ളൂ. പറയുന്നില്ല, പറയാൻ വിഷമമുണ്ട്. എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അത് പിണങ്ങിയിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു. ഞാൻ പല പ്രസംഗത്തിലും പറയുന്ന പോലെ അതും ഭൗമികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും, 3 ആശകളാണ് മനുഷ്യൻ നരകത്തെ വിടുന്നത്. പെണ്ണാശ, പൊന്നാശ, മണ്ണാശ. ഒരു വിഷയത്തിൽ അതെ, പൊന്നിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ പേരിലുള്ള വഴക്ക്. ഒരു വിഷയം വീരം വെച്ചാൽ കിട്ടിയില്ല, അതിൻ്റെ പേരിലായിരിക്കാം സഹോദരനുമായിട്ടുള്ള പണക്കം കിടക്കുന്നത്, കത്തിക്കുത്തി വരെ എത്തിച്ചിരുന്നത് പണത്തിൻ്റെ പേരിൽ. അല്ലെ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ടായിരിക്കാം മണ്ണാശ. അയൽക്കത്തെ അല്ലെങ്കിൽ സ്വന്തം ചേട്ടനായിരിക്കാം അത് ഒരു സ്വപ്നം സ്ഥലം കയറിയെടുത്തത്, അതിൻ്റെ പേര് വരെ കത്തിക്കുത്തി വൈരാഗ്യവുമായിട്ട് അവസാനം വരെ അതുമായിട്ടാണ് അത് ശവപ്പെട്ടി പോകുന്നത് എന്ന് ഓർക്കണം. അതുപോലെ പെണ്ണാശ, ഞാൻ പറഞ്ഞത് സ്ത്രീ ദുരാശ, ജഡിക ആസക്തി, എന്തെല്ലാം നടക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ബാൽ എന്താണ്? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈശോയോട് പറയാറുമുള്ളത്, ഇന്നത്തെ ഗൂഗിളും ഇന്നത്തെ മൊബൈലുമാണ് ആ ബാൽ എന്ന പിശാച്. അതിപ്പോൾ അത് കൃത്രിമ ബുദ്ധിയായി മാറി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പക്കാർ പലരും പറയുന്ന പോലെ ഈ ദൈവവും ഈശോ എന്നൊക്കെ പറയുന്നത് പള്ളിയിൽ അലങ്കരിക്കാനും വീട്ടിൽ അലങ്കരിക്കാനും മൊബൈൽ നടത്താനുമാണ്. പക്ഷേ ഗൂഗിളില്ലാതെ ജീവിക്കാൻ പറ്റുമോ അച്ഛാ? ഒരു മൊബൈലില്ലാതെ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനാവതല്ല. അതെ, നമ്മൾ മൊബൈലിൻ്റെ മുമ്പിൽ ഇന്ന് തല കുനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലണക്കീഴെ പോലും രാത്രി ഉറങ്ങുമ്പോൾ പോലും മൊബൈലാണ് വച്ചിരിക്കുന്നത്. അതാണ് ചിന്ത. മൊബൈൽ നല്ലതല്ലെന്നല്ല, മൊബൈൽ കൂടെ ഉപയോഗിക്കുന്നതും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിക്കരുത്. അത് ഇന്ന് മൊബൈൽ എത്ര പേരെ അത് ലൈംഗിക തകർച്ചയിലേക്കും മ്ലേച്ഛതയിലേക്കും നയിച്ചിട്ടുണ്ട് എന്നത് ഒരു ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന വൈദികനായ എനിക്കറിയാം. അല്ലെങ്കിൽ വചനപ്രഘോഷകരോ അതെ ആധ്യാത്മിക ഗുരുക്കന്മാരെ ചോദിച്ചാൽ അറിയാം എത്ര പേര് സ്വയംഭോഗം, സ്വവർഗഭോഗം, അവരെ പരസ്ത്രീ പരസ്പുരുഷ ബന്ധങ്ങളൊക്കെ അത് കബളിപ്പിച്ചുള്ള എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകൾ അത് പറഞ്ഞു പോയ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ഈ നമുക്കറിയാം, കൊച്ചു കുട്ടികൾ പോലും പണ്ട് അപ്പനും അമ്മയും അല്ലെ ഭാര്യയും ഭർത്താവും രഹസ്യമായിട്ട് വിശുദ്ധമായിട്ട് അത് കിടക്കമുറി ചെയ്തതെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണുകയാണ്. 4ഉം 5ഉം വയസ്സുള്ള പിള്ളേർ അവരുടെ മനസ്സിൽ കാണുന്ന അതാണ്. അതുകൊണ്ടല്ലേ ഒരു കുട്ടിയോട് നിന്നെ ആരാ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ പറയും അപ്പനാന്ന് പറയും. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പിള്ളേർക്ക് പറയാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവിക ചിന്തകൾ പോലും മനുഷ്യരിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന കാലഘട്ടമാണ് മക്കളെ. നമുക്കറിയാം, വിതച്ചതേ കൊയ്യൂ എന്ന് നമ്മൾ ബൈബിൾ പറയുന്നുണ്ട്. അത് നമ്മുടെ അത് പഠിപ്പിച്ചിട്ടുള്ളവരെല്ലാം പറയുന്നു. നമ്മൾ വിതയ്ക്കുന്ന മുഴുവൻ ഇപ്രകാരമുള്ള തിന്മകളാണ്. അത് തിന്മയ്ക്ക് നമ്മൾ തലകുനിച്ചിരിക്കുന്നു. നമുക്കറിയാം, പാപം ചെയ്യുന്നവൻ പിശാചിന് ഉള്ളവൻ ആണ്. 1 യോഹന്നാൻ അധ്യായം 3:8 നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പാപത്തിലേക്ക് നയിക്കുന്ന വൻ പിശാചുകളിലൊന്നാണ് അത് ഗൂഗിളും അത് കൃത്രിമ ബുദ്ധിയും. ഒറ്റ വാക്കി പറഞ്ഞാൽ മൊബൈലും കമ്പ്യൂട്ടറും. അതിന് നല്ല യൂസ് അല്ലെന്നല്ല പറഞ്ഞ്, ഞാനും ഇത് ഉപയോഗിക്കുന്നവനാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ തമ്പുരാൻ കണ്ടുപിടുത്തങ്ങൾ തന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാൻ. ആറ്റം മുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചപ്പോൾ ലോകം മുഴുവൻ ആനന്ദിച്ചു. ലോകത്തിൽ അത് വലിയ പവർ ഉണ്ടാക്കാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ, ലോകത്തെ വലിയ യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ അതിനെല്ലാം സഹായിക്കുന്നതായിരുന്നു സ്പ്ലിറ്റിംഗ് ദ ആറ്റം മുറിക്കുക. ഇന്ന് അതല്ലേ അത് ന്യൂക്ലിയർ ബോംബുകളായിട്ട് പരിണമിച്ച് ഏത് നിമിഷവും അത് വേണമെങ്കിൽ നമ്മുടെ ഭൂമിയെ മുഴുവൻ തകർക്കാവുന്നതാക്കി മാറ്റിയത്.
അതുപോലെ നമ്മുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം നന്മയ്ക്കാണ് കർത്താവ് അനുവദിച്ചത്. ഇന്ന് മനുഷ്യൻ തൻ്റെ കുബുദ്ധിയിൽ, വക്രബുദ്ധിയിൽ അതെല്ലാം തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, അതെ, ആത്മാർത്ഥമായിട്ട് അത് എന്നോട് ആത്മാക്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ വേറൊരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, ശുദ്ധീരാത്മാക്കളുടെ കൂടെ എന്നത് എൻ്റെ ഏറ്റവും അടുത്ത പുസ്തകമാണത്. ശുദ്ധീകരാത്മാക്കളുടെ കൂടെ. നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ എൻ്റെ ഈ ശുശ്രൂഷയേക്കാൾ വലിയൊരു ശുശ്രൂഷയാണ് ശുദ്ധീകരാത്മാക്കളുടെ ശുശ്രൂഷ. നിങ്ങൾക്കത് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്തപ്പം എൻ്റെ കവൽ മാലാഹ അല്ലെങ്കിൽ മാതാവിനെ ശുദ്ധീകര സ്ഥലത്ത് കൊണ്ടുപോകും. ചിലപ്പം പകലായിരിക്കാം, ഞാൻ കൊന്തയിലേക്കൊണ്ടിരിക്കുകയായിരിക്കാം, കരണക്കൊന്തയാണ് ഞാൻ. അത് സാധാരണഗതി എൻ്റെ മോൻ റോണി എന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ നോക്കുന്ന ഒരാളാണ്, എൻ്റെ മകനാണ്. അതെ, അവൻ്റെ കൂടെയാണ് കൊന്തയിലും അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥന. അവൻ്റെ കൂടെ ചെല്ലില്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും. ഉറങ്ങാമെന്ന് പറഞ്ഞാൽ കൊന്തയൊക്കെ പകുതിയാകുമ്പോൾ ഞാൻ ആത്മാവ് ആത്മീയ ലോകത്തേക്ക് കൊണ്ടുപോകും. ശൂര്യാത്മാക്കളെ കാണും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരിനിടയ്ക്ക് കുമ്പസാരിക്കും. ഞാൻ അവരോടൊന്നിച്ച് ബലിയർപ്പിക്കും, പ്രാർത്ഥിക്കും. മാതാവിൻ്റെ അങ്കിയിലൂടെ അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ഞാൻ അനുദിനം കാണുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓർക്കും അച്ഛൻ ചുമ്മാ പറയുന്നതെന്ന്. അത് ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഞാനിതുവരെ ചുമ്മാ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചില്ലാത്തൊരു വലിയ തലം ഉണ്ടേ. അത് പൗലോസ്യ ചുമ്മാ പറഞ്ഞതല്ല, പൗലോസ്യ അനുഭവിച്ച ശേഷം പറഞ്ഞതാണ്. പൗലോസ്യയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് യേശുവിനെ കണ്ടവനും യേശുവിനെ അനുഭവിച്ചവനുമാണ്. അത് നമ്മൾ വായിക്കുന്ന കൂടെ അവൻ്റെ ലേഖനങ്ങളാണ്. എല്ലാം അതാണ്. അതുകൊണ്ടാണ് അവൻ്റെ സഹനങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ അധ്യായം 11 എന്തെല്ലാം അധ്വാനിച്ചു, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു, വടികൊണ്ടടി കിട്ടി, കപ്പലിൻ്റെ അപകടത്തിൽപ്പെട്ടു, വെള്ളത്തിൽ പോയി, ഇതെല്ലാം എണ്ണി പറയാണ്. യേശുവിനെ പ്രതി സഹിച്ചു. ആ സഹനങ്ങളെല്ലാം അവന് ബലിയായി തീർന്നു. ആ സഹനങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവൻ കേട്ടു സ്വരം, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. മറക്കരുത്. അതാ പറഞ്ഞത്, കാണണം, കേൾക്കണം. അത് ചുമ്മാതെ ഇവിടെ മഞ്ഞാക്കളച്ചൻ പറയുമ്പോൾ പറഞ്ഞാൽ കേട്ടാൽ പോരാ, ദാനിയേലച്ചൻ പറയുന്നത് കേട്ടാൽ പോരാ, അല്ലെങ്കിൽ സോജിയച്ചൻ പറയുന്നത് കേട്ടാൽ പോരാ. ഈശോ പറയുന്നത് കേൾക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ഒരു ടി വി കാണണമെങ്കിൽ ആൻറ്റീനയൊക്കെ ശരിയാക്കിയാലേ പറ്റൂ. ആൻറ്റീന കേടായി പോയാൽ നമുക്കൊന്നും കിട്ടില്ല. നമുക്കറിയാം, ഈ അറ്റ്മോസ്ഫിയറിൽ, ഈ അന്തരീക്ഷത്തിൽ നമുക്കറിയാം ഈ സംസാരങ്ങളുടെ എല്ലാം, ഈ പടങ്ങളുടെ എല്ലാം തരംഗങ്ങൾ ഉണ്ട്, ഇല്ലേ? അതേസമയം ഇവിടെ ഒരു റേഡിയോ വെച്ചാൽ കേൾക്കാം, ഒരു ടി വി വെച്ചാൽ കാണാം, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ആന്തരികതയിലെ ആന്തരികതയെ വിശുദ്ധീകരിക്കണം. അവിടുത്തെ കറകളെല്ലാം കഴുകിക്കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവിക കാര്യങ്ങൾ കാണാൻ പറ്റൂ, ദൈവിക സ്വരം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആൻറ്റീനകൾ വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആന്തരിക അവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ഈശോ കാണുന്നവരായിട്ട് മാറണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. കാണാൻ പറ്റും. വാശി പിടിക്കൂ. എൻ്റെ ഈശോയെ നടുവിൻ്റെ വേദന, തണ്ടൽ വേദന മാറ്റണമെന്ന് മസിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. കുറച്ച് എനിക്ക് എൻ്റെ ഈശോയെ കാണണമെന്ന്. കാണും. കാണുന്നവർ ധാരാളം. നിങ്ങൾ കേട്ടില്ലേ, ഇറാനിലും ഇറാഖിലെ മുസ്ലിങ്ങൾ പോലും ഈശോയെ പച്ചയ്ക്ക് പട്ടാപ്പകൽ കണ്ട് മാനസാന്തരപ്പെടുന്നു. കേൾക്കാറുണ്ടോ? നമ്മുടെ നാട്ടിലുമുണ്ട്. എത്ര പേരുടെ സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ഈശോയെ ഞാൻ കണ്ടു, ഞാൻ തിന്മ ചെയ്യാനായിട്ട് പോയപ്പോൾ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞ് ധാരാളം സാക്ഷ്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കാണുന്നതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കതില്ലാത്തത്, എനിക്കതില്ലാത്തത് ചോദിക്കണം. പ്രേമുള്ളവരെ, യേശു ഇന്നും തന്നെ പ്രത്യക്ഷനാക്കുന്നുണ്ട്. ഇന്നും യേശു സംസാരിക്കുന്ന, നമ്മുടെ ദൈവം മരിച്ചുപോയ ദൈവമല്ല, നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മറക്കരുത് മക്കളെ. എങ്കിൽ അവനെ കേൾക്കണം, അവൻ്റെ സാമീപ്യം അനുഭവിക്കണം. എൻ്റെ നാവിൽ അവൻ്റെ ആ മാംസം എനിക്ക് രുചിക്കണം, ആ രക്തം എനിക്ക് രുചിക്കാം. 5-6 പേർക്ക് പോരാ. പ്രിയമുള്ളവർ, അപ്രകാരം നമുക്ക് ആന്തരികതയെ വിശുദ്ധീകരിക്കാം. ആന്തരികമായിട്ട് നമുക്കൊന്ന് ഉയരാം, വളരാം. ഞാൻ നാളെ കഴിഞ്ഞ് മുതൽ ഷെക്കീനായി കൊടുക്കുന്ന ധ്യാനം ഈ വിഷയത്തെപ്പറ്റി തന്നെയാണ്. അതിൻ്റെ തലക്കെട്ടും കൊടുത്തിരിക്കുന്നത് ഉയരങ്ങളിലേക്ക് എന്ന വിഷയമാണ്. 5 ദിവസത്തെ ഒരു ധ്യാനം കൊടുക്കുന്നുണ്ട് ഷെക്കീനായിൽ 9 മണിക്ക് വൈകുന്നേരം. വേണ്ടവർക്ക് കൂടാൻ പറ്റും. ഞാൻ ഇവിടുന്ന് പോകുന്ന അങ്ങോട്ടാണ്, ഷെക്കീനായിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്ന് ഏറ്റവും ആവശ്യമായിരിക്കും നമ്മൾ ഈ ഭൗമികതയിൽ മാത്രം കിടന്നുകൊണ്ട്
ഈ ധ്യാന കേന്ദ്രങ്ങളും ആ അച്ഛന്മാരുടെ പ്രസംഗവും എല്ലാം രോഗശാന്തി, പാസ്പോർട്ട് വെഞ്ചിരിപ്പ്, വണ്ടി വെഞ്ചിരിപ്പ്, കുഴി വെഞ്ചിരിപ്പ്, സ്ഥലം വെഞ്ചിരിപ്പൊക്കെയായി മാറി. അത് പെരുന്നാളായി മാറി, കഴുന്നായി മാറി. അതല്ല, അതിനുപരിയായിട്ട് എൻ്റെ ഈശോയോട് കൂടിയുള്ള ജീവിതം, യേശുവിനെ സ്വന്തമാക്കുന്ന ജീവിതം, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതം. ആ സ്വർഗത്തെ ഞാൻ കാണുന്നില്ല എങ്കിൽ ആ സ്വർഗത്തിൽ എങ്ങനെ എനിക്ക് പോകാൻ പറ്റും? ആ യേശുവിനെ ഞാൻ കാണുന്നില്ല, അവനെ എങ്ങനെ പ്രേമിക്കാൻ പറ്റും? അത് എനിക്ക് സ്നേഹിക്കണം എന്ന് പറഞ്ഞ കാര്യമില്ല. അതിന് കൽപ്പന പാലിച്ചാലേ പറ്റൂ. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കൂ. ഇന്ന് പറ്റുന്നില്ല. ധനവാനായ യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നില്ലേ? അവൻ പറഞ്ഞു, കുട്ടിക്കാലം മുതലേ ഞാൻ 10 കൽപ്പനയും പാലിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം പേർക്കും സംസാരിക്കാൻ പോകുമ്പോൾ വിഷയമില്ല. കാരണം 10 കൽപ്പനയൊന്നും ലംഘിച്ചിട്ടില്ല. ഹല്ലേലൂയ. കൊന്നിട്ടില്ല, വിഗ്രഹാരാധന നടത്തിയിട്ടില്ല, കട്ടെടുത്തിട്ടില്ല, അബോർഷൻ നടത്തിയിട്ടില്ല. നിങ്ങൾ അതെ എന്നാ പിന്നെ കുംസാരിക്കുന്നത്? തൃശ്ശൂർക്കാർ പറയുന്നത് എന്തുട്ടായി കുംസാരം? പ്രിയമുള്ളവർ, അതെ കുംസാരിക്കേണ്ടത് സ്നേഹത്തിനെതിരായ പാപങ്ങൾ. അതെ, ഞാൻ കാരിസ്വാമിൻ്റെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നല്ല അമ്മച്ചി, ഞാൻ കാരിസ്വാമി നേരത്തെ ഉണ്ടായിരുന്നപ്പോഴുള്ളൊരു അമ്മച്ചിയാണ്. എൻ്റെ അച്ഛ, ഞാനുണ്ടല്ലോ വെള്ളിയാഴ്ച വെള്ളം പോലും കുടിക്കുക ഉപവസിക്കുകയാണ്. വെള്ളിയാഴ്ച തലേദിവസത്തെ കാര്യം പറയുകയാണ്. ഇറച്ചിയും മീനും മുട്ടയും പാലും എൻ്റെ അച്ചാച്ചനും അമ്മച്ചും പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഒന്നും കാലത്ത് കഴിക്കുകയില്ല. വെള്ളവും ഇറക്കിയില്ല. പകൽ സമയത്ത് രാത്രി വെള്ളം ഞാൻ കുടിക്കും. അപ്പോൾ ഇത് അമ്മച്ചിയുടെ ആ നോയമ്പ് നല്ലോണം എടുക്കുന്നതിനെ പറ്റി പറയാണ്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ ഭർത്താവ് അയാൾ നരകത്തിൽ പോവച്ചാ, അയാൾ നരകത്തിൽ പോവും, അയാൾ കുടിയനാച്ചാ, അയാളുടെ കൂടെ പോലും ഞാൻ കിടക്കാറ് പോലുമില്ല, അയാൾ വേറൊരു മുറിയാണ് കിടക്കുന്നത്. അതേ നാവിൽ വന്നത് ഭർത്താവിൻ്റെ വെറുപ്പാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ നോയമ്പ് മുഴുവൻ വെള്ളത്തിലാണ്. അമ്മച്ചിയുടെ നോയമ്പ് മുഴുവൻ വെള്ളത്തിലാണ്. ഇപ്പം വെള്ളം കുടിക്കാതെ നോമ്പ് നോക്കുന്ന പോലെ വെള്ളം കുടിക്കാതെ നരകത്തിൽ പോകും അമ്മച്ചിന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു. ആമേൻ. ഇതാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി തിന്മയെ വെറുക്കലാണ് എന്ന് ബൈബിൾ ഉടനീളം പറയുന്നുണ്ട്, ഇല്ലേ? തിന്മ, അതിൽ ഏറ്റവും വലിയ തിന്മ എന്താണ്? ഏറ്റവും വലിയ കൽപ്പനയുടെ ലംഘനം. നിങ്ങൾ പരസ്പരം, ഇവിടെയാണ് ഞങ്ങൾ എത്ര അച്ഛന്മാർ, എത്ര മത്രാന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ ഉടുപ്പിട്ടുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഈ കുർബാന ചെല്ലുകൊണ്ടും പോവില്ല മക്കളെ. ഞങ്ങൾ അതെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ഈ കാസായം കൊണ്ടും നരകത്തിൽ പോകും. കാസ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുക, ഈ പട്ടക്കാരെല്ലാം അങ്ങ് പോകുന്നു. പണ്ടാരുടെ പറയുമായിരുന്നു, പട്ടക്കാരും മുട്ടത്തലയിലുമാണ് കൂടുതൽ നരകത്തിൽ നിന്ന്. ഹല്ലേലൂയ. പണ്ടൊക്കെ അറിയാലോ, കന്യാസികൾ അച്ഛന്മാരെ പട്ടം പഠിക്കുമായിരുന്നു, പെണ്ണുങ്ങൾ തല പഠിക്കുമായിരുന്നു, തലമുണ്ടിടാനായിട്ട്. അതിൻ്റെ പട്ടത്തലയും മൊട്ടത്തലയാണ് കൂടുതൽ നരകത്തിൽ നിന്ന്. ആയിരിക്കാം മക്കളെ, ക്ഷമിക്കൂ ഞങ്ങളോട്. ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതുകൊണ്ട് ഞാൻ പൗലോസ്ലീഹ പറയുന്ന പോലെ പറയുന്നു, ഇതൊക്കെ പറഞ്ഞു തരുന്ന ഞാൻ നരകത്തിൽ പോയിരിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. വല്ലപ്പോഴും ഒന്ന് ഓർക്കുമ്പോൾ അച്ഛനെ നരകത്തിൽ വിടരുതെന്ന്. കാരണം ഇത് അൽമേനികൾക്ക് വേണ്ടി മാത്രമല്ല, പല ഓർത്തേക്ക് എങ്ങനെയാണ് ഈ സ്വർഗവും ഒക്കെ എല്ലാം മത്താന്മാർക്കും അച്ഛന്മാർക്കും ഈ കന്യാസികൾക്കും ഉള്ളതാണ്. ഞങ്ങൾക്കൊക്കെ എൻ്റെ ദൈവമേ കഷ്ടിച്ച് ഇപ്പം വർഷങ്ങളോളം ശുദ്ധീകരണത്തിൽ കിടന്നാൽ അല്ല, ഒരു പക്ഷേ പോയേക്കാം, ഇല്ലെങ്കിൽ നരകത്തിൽ പോകുന്ന പേടിയാണ് അന്മേനികളുടെ മനസ്സിൽ. ഇല്ല മക്കളെ, നിങ്ങളായിരിക്കും ആദ്യം പോകുന്നത്. ആമേൻ. ഞാൻ പറയും, ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലേലും അതുകൊണ്ട് ആ ശുഭാപ്തി വിശ്വാസത്തോടെ ആ കഥാവിനെ മുന്നിൽ ഞാൻ പറഞ്ഞത് അച്ഛനാൻ പോരുന്നെന്നല്ല, പോകണം. അച്ഛനാൻ പോവാണ് ഈ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ. കന്യാസിയാകാനാണെങ്കിൽ ഈ വെല്ലുവിളികൾ, ഇന്ന് വെല്ലുവിളിയൊന്നുമില്ല, അതാ പറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, അതെ ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹപൂർവ്വം പറയുന്നു, നമ്മളീ കാണുന്നതെല്ലാം പോവും. ഞാൻ ആ റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഒറ്റ വചനം അത് പറഞ്ഞ് നിർത്തുകയാണ്. അതെ, റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം ഞാൻ വായിച്ചു വരികയായിരുന്നു. അതായത് ഈ ഏലിയായെപ്പറ്റി അത് എടുത്തു പറയുകയാണ് പൗലോസ് അവിടെ. അത് എല്ലാം നശിച്ചു എന്ന് പറയുന്ന ഭാഗം. എന്നിട്ട് പറയാണ്, ബാലിന് മുമ്പിൽ തലകുനിക്കാത്ത 7000 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം ഞാൻ വായിച്ചേൽപ്പിക്കാം. റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. 11:2 ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല.
ഹല്ലേലൂയ. എന്നിട്ട് അതെ ഏലിയ പറഞ്ഞത് പറയുകയാണ് ഇവിടെ എടുത്ത് കർത്താവി, അത് ആദിമ നൂറ്റാണ്ടിൽ, അതാ ഞാൻ പറഞ്ഞത്, അതായത് മൂശയ്ക്കും 1000 വർഷങ്ങൾക്ക് ശേഷം, അഥവാ ഏലിയായ്ക്കും 800 വർഷങ്ങൾക്ക് ശേഷം ഈശോയിൽ വിശ്വസിച്ച് ജീവിച്ച ആദിമസഭ, അവിടെയാണല്ലോ പൗലോസ്. പൗലോസും ഇത് തന്നെയാണ് പറയുന്നത്, കർത്താവ്, പ്രവാചകന്മാർ വരച്ചു, ബലിപീഠം ദർശിച്ചു, അവശേഷിക്കുന്ന ഞാൻ മാത്രം, അവർ എൻ്റെ ജീവനെയും തേടുന്നു. അതായത് ക്രിസ്ത്യാനികൾ വന്ന് പൗലോസിനോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ പറഞ്ഞിട്ട് യേശുവിൽ വിശ്വസിച്ചു, സ്ഥാനം സ്വീകരിച്ചു, എന്തേ ഈ പീഡനങ്ങൾ, എന്തിന് തലവെട്ടൽ, എന്തിന് കുരിശിൽ മരിക്കണം, അത് എന്തിന് മൃഗങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ വലിച്ചെറിയുന്ന കർത്താവേ, ഇത് വന്ന് പൗലോസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പൗലോസ് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ദൈവം അവനോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അടുത്ത വചനം ഒന്ന് ചെവി കൂർപ്പിച്ച്, അപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തിലുമുണ്ട്. ആമേൻ. കൈയടിച്ച് താരസ്തുതിക്കും. ആര് പറഞ്ഞതാണ്? ഏലിയ അല്ല, പൗലോസ്. ഇത് എനിക്കോ അല്ല ചോദ്യച്ഛനോ അല്ല ഭട്ടാച്ചനൊക്കെ പറയാനിട വരണം. ഹല്ലേലൂയ. അതായത് ഈ കൃപയാൽ മാറ്റി നിർത്തപ്പെട്ട 7000 പേര് ഇന്നുമുണ്ട്. 7000 എന്നുള്ള സംഖ്യ 7000 എടുക്കരുത്. 7 എന്ന് പറഞ്ഞ പൂർണ്ണിമയാണ്. അത് 7 ലക്ഷമായിരിക്കാം, 7 കോടിയായിരിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ബൈബിളിലെ നമ്പറുകൾക്ക് അത് 3 തവണയെന്ന് പറഞ്ഞാൽ പല തവണയെന്നാണ്. അല്ല, കൃത്യം 3 തവണ വീണു എന്നല്ല കർത്താവ്, പലതവണ വീണു എന്നല്ല. അതിപ്പോൾ 3, 7, 12 ഒക്കെ പ്രത്യേക നമ്പറുകളാണ്. അതുപോലെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. 7000 എന്ന് പറഞ്ഞത് അതെ വലിയൊരു, നമ്മൾ പണ്ട് പറയല്ലേ കാക്ക 900 എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. അത് ഒരു നിശ്ചിത കണക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പൂർണ്ണിമയുടെ അത് പൂർണ്ണമായിട്ട് കർത്താവിൻ്റേതായിട്ടുള്ള ഒരു ജനതയെ, ഒരവശിഷ്ട ഭാഗം ഇന്നും ഉണ്ട്. അത് നിങ്ങൾ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഈ നോയമ്പുകാലം, ഇനിയും ഒരു നോയമ്പുകാലം ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. സത്യമാണ്. ദീപബലി മാത്രമല്ല, ഇപ്പോൾ ദീപബലി പറയാറില്ലല്ലേ. പണ്ടൊക്കെ ചെല്ലുമായിരുന്നു ആ പ്രാർത്ഥന, ഇപ്പോൾ അത് നിർത്തിക്കളഞ്ഞു. അമ്മേ, പണ്ടൊക്കെ കുർബാന കഴിയുമ്പം പറയുമായിരുന്നില്ലേ, ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവർ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം അതാണ്, അല്ലേ? ശരിയല്ലേ? ആ ശവസംസ്കാര കർമ്മത്തെ മാത്രം കേട്ടാൽ പോരാ, പുൽക്കൊടിക്ക് തുല്യമാണ് എൻ്റെ ജീവിതമെന്ന് ഓരോ ദിവസവും ധ്യാനിക്കണം. അതെ, നമ്മൾ ആരൊക്കെ കാണുന്ന ആളെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ യേശുവിനായി ജീവിക്കും, ഇന്ന് ഈശോയെ ഞാൻ സ്വന്തമാക്കും, ഇന്ന് ഈശോയെ ഞാൻ കാണും, അത് ഇന്ന് ഈശോയെ ഞാൻ കേൾക്കും. അത് ആ ബോധ്യത്തിൽ അത് നമ്മൾ വിശുദ്ധരായ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ അവശിഷ്ട ഭാഗത്തിലായിരിക്കട്ടെ. ബാക്കിയെല്ലാം ഈശോ തന്നോളും, തരട്ടെ. എൻ്റെ മകൻ ജീവിച്ചാലും മകൾ ജീവിച്ചാലും, എനിക്ക് രോഗം വന്നാലോ ഇല്ലേലോ ആരോഗ്യം ഒന്നൊരു പ്രശ്നമല്ല. എൻ്റെ കർത്താവ് എനിക്കുണ്ടെങ്കിൽ എനിക്കെല്ലാം മതി. അവിടുത്തെ കൃപ എനിക്ക് മതിയോ. അത് ഹൃദയത്തിൽ കത്തണം കേട്ടോ, കൃപ മതി. പൗലോസ്യായും പറഞ്ഞായിരുന്നു, പാവം എനിക്ക് മുള്ളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, എൻ്റെ കടബാധ്യതയുണ്ട്, ഇതെല്ലാം ഇങ്ങനെ പല മുള്ളും ഉണ്ടായിരുന്നു പുള്ളി. എല്ലാം കൂടെ ഒറ്റ മുള്ളാക്കി പറഞ്ഞു, എനിക്കൊരു മുള്ളു മാറ്റിത്തരണേ കർത്താവ്. കർത്താവ് പറഞ്ഞു, മാറ്റിയല്ല മോനെ, എൻ്റെ കൃപ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം പാച്ചും നിരക്കം പച്ചിലും അതെ ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് കൃപയുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. കൃപാജീവിതം, കൃപയുടെ ജീവിതം. കൃപയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഗ്രേസ് മീൻസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിലമേ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ ക്രിസ്ത്യാനി എപ്പോഴും ശക്തരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, വീൽ ചെയറിലാണെങ്കിലും ഞാൻ പറയും ശക്തനാണ് ഞാൻ, നിങ്ങൾ ആരെക്കാളും. ഹല്ലേലൂയ. അതെ, പ്രിയമുള്ളവർ, നമുക്ക് ശക്തരാക്കണം. നമ്മുടെ ശാരീരിക ബലഹീനതയ്ക്ക് അതീതമായി, ഭൗമിക ശക്തികൾക്ക് അതീതമായി, ഭൗമിക നേട്ടങ്ങൾക്ക് അതീതമായി ആത്മാവിൽ ശക്തി ഉണ്ടായിരിക്കണം. പറയല്ലേ, അയ്യോ എനിക്ക് ബലഹീനതയാണ്ട ഞാൻ പുക വലിച്ചത്, ഞാൻ ബലഹീനതയാണ്ട കള്ള് കുടിച്ചത്, ഞാൻ പെണ്ണ് പിടിച്ചത്, എൻ്റെ ബലഹീനത അച്ഛാ അടി കൊള്ളാഞ്ഞിട്ട് ചവിട്ടത്ത്. ഹല്ലേലൂയ. അതെ, ബലഹീനത ഇല്ല മനുഷ്യന്. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ബലഹീനത, ബലവാൻ കൂടെയുണ്ട്, ബലവാനായ യേശു കൂടെയുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ രക്ഷപ്പെട്ട മുഖം മൂടിയൊക്കെ കളയൂ മക്കളെ. അതെ, എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ കുടിച്ചു പോകുന്നത്. എൻ്റെ വിഷമം കാണാൻ സാധിക്കും. എൻ്റെ വിഷമം കൊണ്ട് അങ്ങ് കുടിച്ചു പോകുന്നത് അച്ഛാ. അല്ലെങ്കിൽ അതെ, എന്നെ ബലഹീനത അച്ഛാ, വീണ്ടും ഞാൻ സ്വയംഭോഗം ചെന്നു, അതുകൊണ്ടാണ് വീണ്ടും വ്യഭിചാരത്തിന് പോകുന്നത്. ഇല്ലടാ, നീ ക്രിസ്ത്യാനിയാണോ? നീ കൃപയിലാണോ?
നീ ശക്തനാണ്, ഈ ബലഹീനതയൊന്നും ഇല്ല. ഹല്ലേലൂയ. ബലവാന്മാർ സ്വർഗരാജ്യം കരസ്ഥമാക്കും. ഹല്ലേലൂയ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കാം. നീട്ടി പ്രസംഗിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഏതെങ്കിലും വചനമോ ആശയമോ സന്ദേശമോ നിൻ്റെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ട് എങ്കിൽ അത് ധ്യാനിക്കുക. അത് മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ, കൃപയിലേക്ക് നയിക്കട്ടെ. അച്ഛൻ്റെ പ്രസംഗം നല്ലതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ നല്ല സ്വരമായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അച്ഛൻ നല്ല കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നീ നല്ലവൻ നല്ലവൾ ആവണം. നിന്നിൽ യഥാർത്ഥ രൂപാന്തരീകരണം ഉണ്ടാവണം. ഇന്ന് ആ താബോർ സംഭവം നിനക്കുണ്ടാവണം. നിൻ്റെ ആന്തരിക കണ്ണ് തുറന്ന് മരണം പൂർവ്വം വേർപെട്ട ഒരു പക്ഷേ മാതാവിനെ, ഔഷേപ്പിതാവിനെ, നിൻ്റെ പൂർവീകരെയൊക്കെ കണ്ടുവന്ന് വരാം. കാണുക. അതിനുള്ള കൃപ കർത്താവ് തരും. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ കർത്താവേ, വചനം കേട്ട് മടുത്തിരിക്കുന്ന ഇവരെ ജനങ്ങൾക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇവിടെ കർത്താവെ തുടർന്ന് ചെറിയ ബ്രേക്കും കുർബാനയും കൊണ്ട് എല്ലാത്തിനും സംബന്ധിക്കുമ്പോൾ കർത്താവെ കൃപയിൽ ഉള്ളവരാണ് എന്ന് ബോധ്യം വരുത്തുന്നവരെ, ഏതെല്ലാം സഹനങ്ങളും വേഷങ്ങളും ഭൗമികമായ കുറവുകളും എല്ലാം ഉണ്ടെങ്കിൽ കുരിശിനോട് ചേർത്ത് അത് ബലിയാക്കി മാറ്റട്ടെ. ബലിയിലൂടെയാണല്ലോ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾക്കും ബലി ആവശ്യമാണ്. ഞങ്ങളുടെ സഹനങ്ങൾ അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങേ കുരിശിൻ്റെ ബലിയുടെ ഭാഗമായി മാറുന്നു. ഈശോയെ, അതിനുള്ള കൃപ എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. ഈ മക്കളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങാണല്ലോ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞത്, നിങ്ങളെന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ വലുതുക ഞാൻ നിന്നെ താങ്ങുമെന്ന്. കർത്താവേ, അമ്മയുടെ മാറോട് ചേർന്ന് അമ്മ കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ചിപ്പാൽ തന്ന നിമിഷങ്ങൾ ഓർത്തു പോകുന്നു. ആ മുലപ്പാൽ കുടിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഭൗമികമായി ജീവിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ മാറോട് ഞങ്ങളെയും ചേർത്ത് വെച്ച പരിശുദ്ധാത്മാവാകുന്ന ആ പാല് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ കുടിപ്പിച്ച് ഉന്മത്തരാക്കണമേ. നാഥ നന്ദി, നാഥ സ്തോത്രം. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.